ഗുഡ് മോർണിംഗ്. നമ്മൾ നോക്കുന്നത് നമ്മളുടെ വീഡിയോ ഇപ്പോൾ നമ്മളൊരു പ്രോസസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോരുത്തരും ഒരു സ്റ്റാഫ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ വരുന്നത്. ഇതിൽ ചെയ്യേണ്ടത് ഒരു ഫാർമസിയിലെ പിന്നെ ഒരു പ്രോസസ് ആണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് പ്രിസ്ക്രിപ്ഷൻ ഹാൻഡ്ലിംഗ്, മെഡിക്കേഷൻ പ്രിപ്പറേഷൻ, പേഷ്യന്റ് കൗൺസിലിംഗ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ഡിസ്പെൻസിങ്, കൺട്രോൾ സബ്സ്റ്റൻസ്, ഇങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷനുകളാണ്. ഇപ്പൊ ഫാർമസിയെ പറയുകയാണെങ്കിൽ ഫാർമസിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷനുകളാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഇത് ഷഹനയുടെ വർക്ക്ഷീറ്റ് ആണ്. ഇപ്പൊ ഷഹന ഇന്ന് പിന്നെ ഡ്യൂട്ടിയിൽ കയറി, എന്നിട്ട് ഇന്ന് ഡ്യൂട്ടി അവസാനിക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ്സ് ഒന്നും വേണമെന്നില്ല, 5 മിനിറ്റ്സ് ലാസ്റ്റ് എന്ത് ചെയ്യാം, ഈ പിന്നെ ഷെയർ ഡോക്യുമെന്റ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇപ്പൊ ഇതിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, 22-ാം തീയതി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പ്രിസ്ക്രിപ്ഷൻ ഹാൻഡ്ലിംഗിൽ പറയുകയാണെങ്കിൽ അവര് ഇന്ന് പ്രിസ്ക്രിപ്ഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനനുസരിച്ച് പിന്നെ ഡീൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ 1 എന്ന് ടൈപ്പ് ചെയ്യാം. അതിന് നേരെ 1 എന്ന് ടൈപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ അവിടെ 0 എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ 23-ലെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇന്ന് പ്രിസ്ക്രിപ്ഷൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല, ഞാൻ ഡിസ്പെൻസിംഗിലായിരുന്നു. ഇല്ലെങ്കിൽ അവിടെ 0 ഇടുക, ഉണ്ടെങ്കിൽ 1 എന്നിടുക. ഇനി രണ്ടാമത് മെഡിക്കേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, അതായത് ഇപ്പൊ മെഡിസിനുകൾ എടുത്തു കൊടുക്കുക, ഡിസ്പെൻസ് ചെയ്യുക, ഇതിൽ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ 1 എന്നിടുക, അല്ലെങ്കിൽ 0 എന്നിടുക. ഇത് സ്റ്റാഫാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പൊ ഷഹനന്റെ ഫയലാണെങ്കിൽ ഷഹനയാണ് ഇത് ചെയ്യേണ്ടത്. ദെൻ പേഷ്യന്റ് കൗൺസിലിംഗ്, പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും പേഷ്യൻസിന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ 1 എന്ന് പറയാം, ഇല്ലെങ്കിൽ 0 എന്ന് പറയാം. ഓക്കെ. ഇനി ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി നമുക്ക് കൂടുതലും വരുന്നത് സ്റ്റോറിലാണ്. സ്റ്റോറിൽ പോസ്റ്റിംഗ് വരാറില്ല, ഉണ്ടെങ്കിൽ അതും ഇതിൽ മെൻഷൻ ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും പ്രിസ്ക്രിപ്ഷൻ നമ്മളെ മരുന്ന് നമ്മളെ ബില്ല് കയറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ എക്സ്പയറിയുമായി ബന്ധപ്പെട്ട സംഗതികൾ ചെയ്തിട്ടുണ്ടോ, ഓക്കെ, അല്ലെങ്കിൽ സ്റ്റോക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ ഇതിൽ പറയാം. ഇതിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 എന്നിടുക, ഇല്ലെങ്കിൽ 0 എന്നിടുക. ഇപ്പൊ സ്റ്റോക്ക് ചെക്ക് ചെയ്യലൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്നേ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ 1 എന്നിടുക, അല്ലെങ്കിൽ 0 എന്നിടുക. കൺട്രോൾഡ് സബ്സ്റ്റൻസസ്, ഓരോ ദിവസവും ഇതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയി കൊടുക്കുന്നത്. ഓരോ ദിവസവും ഇപ്പൊ ഇതില് പറയുന്നുണ്ട്. ഇന്ന് ഇപ്പോ 5-ാമത്തത് കൺട്രോൾ സബ്സ്റ്റൻസസ്, അതായത് ഷെഡ്യൂൾ എച്ചോ ഷെഡ്യൂൾ എക്സ് ഏതെങ്കിലും ഡിസ്പെൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡിസ്പെൻസ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ 1 എന്നിടാം, ഇല്ലെങ്കിൽ 0 എന്നിടാം. ഓക്കെ. ബില്ലിങ്ങിൽ ഇരുന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ 1 എന്നിടാം, ഇല്ലെങ്കിൽ 0 എന്നിടാം. ഓക്കെ. റെക്കോർഡ് കീപ്പിംഗ്, ഇപ്പൊ നമ്മളൊരു സബ്സ്റ്റൻസ്, ഇപ്പൊ കൺട്രോൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള സംഗതിയിൽ കൊടുത്തു, അത് കൊടുത്തതിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എഴുതി കൃത്യമാക്കിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ 1 എന്നിടാം, അല്ലെങ്കിൽ 0 എന്നിടാം. പിന്നെ മെഡിക്കേഷൻ റിട്ടേൺ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ട സംഗതികൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ 1 എന്നിടാം, ഇല്ലെങ്കിൽ 0 എന്നിടാം. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് ഹൈജീൻ, അതായത് പിന്നെ ഒന്ന് പേഴ്സണൽ ഇൻഫെക്ഷൻ കൺട്രോൾ, അതേപോലെ തന്നെ മെഡിസിന്റെ ഹൈജീൻ, നിങ്ങളുടെ ഹൈജീൻ, വളരെ നീറ്റും ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റ്, ഇത് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ. നിങ്ങൾ ഇപ്പൊ ഒരു പ്രത്യേകം എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള സമയമാണെന്നെങ്കിൽ മാസ്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സാനിറ്റൈസറുകൾ ഉപയോഗിക്കുക, ഇതെല്ലാം ചെയ്യാം. പിന്നെ മെഡിസിൻ ഡിസ്പാച്ച് ചെയ്യുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണോ കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതിൽ 1 എന്നിടാം. അല്ല അത് അങ്ങനെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 0 എന്നിടാം. ഓക്കെ. ദെൻ ഹാൻഡ്ലിംഗ് മെഡിക്കേഷൻ എറേഴ്സ്, എന്തെങ്കിലും മെഡിക്കേഷൻ എറേഴ്സ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ. മെഡിക്കേഷൻ എറർ ഒരാൾ ചോദിച്ചു, മീൻസ് എറർ ഉണ്ടാക്കി എന്നല്ല പറയുന്നത്, അതുമായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനെ കുറിച്ചൊന്ന് ആലോചിച്ച്
അതിനുവേണ്ടി ആക്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലുക്ക് ലൈക്ക് മെഡിസിൻസും സൗണ്ട് ലൈക്ക് മെഡിസിൻസും ഒക്കെ ഞാൻ കൃത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നും കൂടി ഞാനത് നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എമർജൻസി മെഡിസിൻസ് എല്ലാം വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു മെഡിക്കേഷൻ ഒരാൾ എടുത്തു, അത് ഞാൻ അറ്റൻഡ് ചെയ്തു, റിക്കവർ ചെയ്ത് കൊടുത്തു. അറ്റ്ലീസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കേഷൻ എറർ വരാൻ സാധ്യതയുള്ള ഏരിയ ഞാൻ നോക്കുകയും അതിനെക്കുറിച്ച് അന്ന് ഹാൻഡിൽ ചെയ്യാൻ ഉള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1 എന്നിട, ഇല്ലെങ്കിൽ 0 എന്നിട. നിങ്ങൾ മെഡിക്കേഷൻ എറർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, മെഡിക്കേഷൻ എറേഴ്സ് കണ്ടെത്തുകയോ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ട്രെയിനിങ്. നമ്മൾ SOP ട്രെയിനിങ് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കുള്ള ട്രെയിനിങ് ഇനി കിട്ടുക ഓരോ ഇതിൽ പറയുന്ന ഓരോ എന്താ പറയാ മൊഡ്യൂളുകളെ കുറിച്ചായിരിക്കും. പ്രിസ്ക്രിപ്ഷൻ ഹാൻഡ്ലിങ് എങ്ങനെ ചെയ്യണം, മെഡിക്കേഷൻ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം, ഇതിനെ കുറിച്ചായിരിക്കും ഇനി ഉണ്ടാവുക. എക്സ്പയറി മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ് എങ്ങനെയാണ്, ഇതിനെ കുറിച്ചായിരിക്കും ഇനിയുള്ള ട്രെയിനിങ് സെഷനുകൾ ഉണ്ടാവുക. എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഇതിനൊക്കെ സെപ്പറേറ്റ് പേജസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ടാവും. അപ്പൊ ഓരോ ദിവസവും ഇന്ന സംഗതികൾ, എല്ലാ ദിവസവും ട്രെയിനിങ് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഓവറോൾ പ്ലാനിങ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു അക്യുമുലേറ്റഡ് ട്രെയിനിങ്, ഒരു 3 പേരോ 2 പേരോ 3 പേരോ വെച്ചിട്ട് ഇതിന്റെ കംപ്ലീറ്റ് ട്രെയിനിങ് സെഷൻസും നമുക്ക് തരാം. ഞാനിപ്പോ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാഫ് എങ്ങനെ അവരുടെ ലാസ്റ്റ് വർക്ക് കഴിഞ്ഞ ആ സമയത്ത് എങ്ങനെ ഈ സംഗതികൾ ഫില്ല് ചെയ്യുമെന്നുള്ളതാണ്. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ താഴെ കാണിക്കുന്നുണ്ടാവും, ടോട്ടൽ സ്കോർ. ഇൻചാർജ് ചെയ്യേണ്ടത് പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റാഫിന്റെയും ഈ പെർഫോമൻസ് നോക്കുക. എന്നിട്ട് അവരുടെ മെയിൻ ഷീറ്റ്, ഇപ്പൊ നവംബറിലാണ് ഷീറ്റ് എടുക്കുന്നത്, നവംബറിൽ ഷീറ്റ് ഉണ്ട്, അതിന്റെ ഫാർമസി സ്റ്റാഫ് എന്നുള്ള ഷീറ്റ് ഇവിടെ ഉണ്ട്. ഈ ഷീറ്റില് ഇയാളുടെ 22-ാം തീയതി അല്ലേ ലാസ്റ്റ് ഉള്ളത്, അയാളുടെ സ്കോർ ഇതിൽ ടൈപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെ സ്കോർ ടൈപ്പ് ചെയ്യുമ്പോൾ അയാളുടെ ടോട്ടൽ സ്കോർ ഇവിടെ ഉണ്ടാവും, മന്ത്ലി സ്കോർ. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ മന്തും കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ എല്ലാ ഏരിയകളിലും നമ്മളുടെ വർക്കബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ സ്റ്റാഫിന്റെയും വർക്കബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോ ഇൻചാർജേഴ്സ് അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഇതിലൂടെ സാധ്യതയുണ്ട്. അവനവൻ ഓരോ സ്റ്റാഫുകളും ഓരോ ഏരിയകളും നമ്മൾ അറിഞ്ഞ് പഠിച്ചിരിക്കേണ്ട ഏരിയകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താനും ഇതിലൂടെ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വെൽ എന്താ പറയാ നോളേജബിൾ ആയിട്ടുള്ള ഒരു ടീം ബിൽഡ് ചെയ്യലാണ് നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ വളരെ ആക്റ്റീവായിട്ട് എന്താ പറയാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദെൻ ഇതുമായി റിലേറ്റ് ചെയ്തായിരിക്കും ബാക്കിയുള്ള സംഗതികളൊക്കെ നമ്മൾ ഇനി ഇങ്ങനെ പോവുക. അതുകൊണ്ടാണ് ആദ്യം മുതലേ പറഞ്ഞത് ഇതിന്റെ പ്രോസസ് വീഡിയോസ് എല്ലാവരും കാണണം. ദെൻ അത് കണ്ടു കഴിഞ്ഞു അതിന്റെ എന്താ പറയാ നോട്ട്സ്, എക്സാമിനേഷൻ പോലെയുള്ള സംഗതികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അത് ഫോളോ ചെയ്യലാണ്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും ആ വീഡിയോ ഒന്നുകൂടി കാണുക, എന്നിട്ട് ഈ ഏരിയകളിൽ വർക്ക്ഔട്ട് ചെയ്യുക. താങ്ക് യു.